കോപ്പറേറ്റീവ് ആസ് ആൻ എന്റർപ്രൈസ്. നമ്മുടെ സിലബസിനോട് കൂടി കവർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് കോപ്പറേറ്റീവ് എന്ന് പറയുന്ന ഒരു എന്റർപ്രൈസ് ആയിട്ട് ചില കോപ്പറേറ്റീവ്സ് പറയുന്നുണ്ട്. കോപ്പറേഷൻ എന്ന് വെച്ചാൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ഇതൊരു എന്റർപ്രൈസ് ആണ്, ഒരു സംരംഭമാണ് എന്ന രീതിയിൽ ചില കോപ്പറേറ്റീവ്സ് നോക്കിക്കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ഏരിയ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് എന്താണ്? കോപ്പറേറ്റീവ് എന്റർപ്രൈസ്. ഓക്കെ, അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന ഒരാളുടെ ഡെഫിനിഷൻ, അതായത് പോൾ ലാംബർട്ട് എന്ന് പറയും. ആരാണ്? പോൾ ലാംബർട്ട്, പ്രൊഫസർ പോൾ ലാംബർട്ട്. പ്രൊഫസർ പോൾ ലാംബർട്ട്, ഓർത്തു വെച്ചോണം, പോൾ ലാംബർട്ട്. അദ്ദേഹമാണ് പ്രധാനമായിട്ടും കോപ്പറേറ്റീവ് സൊസൈറ്റി എന്തായിട്ട് വിശേഷിപ്പിച്ചത്? ഈസ് ആൻ എന്റർപ്രൈസ്. അതിൽ പറയുന്നത് നോക്കിയേ, അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ തന്നെ നോക്കിക്കേ. എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ആൻ എന്റർപ്രൈസ്. എന്താണ് പറഞ്ഞത്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു എന്റർപ്രൈസ് ആണ്, ഒരു സംരംഭമാണ്. ധാര നടത്തുന്നത് ഫോംഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആൻ അസോസിയേഷൻ ഓഫ് യൂസേഴ്സ്. ഈ ഒരു എന്റർപ്രൈസ് കൊണ്ട് പ്രയോജനം ലഭിക്കുന്ന ആൾക്കാർ, അതാ യൂസർ എന്ന് പറയും, അവരാണ് ഇത് ഫോം ചെയ്യുന്നതും ഇത് എന്ത് ചെയ്യുന്നത്? ഡയറക്റ്റ് ചെയ്യുന്നതും. അതായത് സിമ്പിൾ ആയിട്ട് പറയുന്നത് ആരാണ്? മെമ്പേഴ്സ് ആണ്. Then applying itself the rules of democracy. ഈ ഒരു എന്റർപ്രൈസിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുന്നു? ഡെമോക്രസിയുടെ റൂള്. ഏതാ ഡെമോക്രസിയുടെ റൂള്? വൺ മാൻ വൺ വോട്ട്, വൺ മാൻ വൺ വോട്ട്. ഒരു പ്രിൻസിപ്പിൾ അതാണ്. രണ്ട് ഡെഫിനിഷൻ എങ്ങനെയാ? ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. ഇവിടെ അത് തന്നെയാണ്. ഓഫ് ദ മെമ്പർ, ബൈ ദ മെമ്പർ ആൻഡ് ഫോർ ദ മെമ്പേഴ്സ്. ഇത് തന്നെയാണ് ഇവിടെയും. അപ്പൊ ഡെമോക്രസിയുടെ പ്രിൻസിപ്പിള് ആ എന്റർപ്രൈസിലേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈയിങ് ഇറ്റ് സെൽഫ് ദ റൂൾസ് ഓഫ് ഡെമോക്രസി ആൻഡ് ഡയറക്ട്ലി ഇന്റൻഡഡ് ടു സെർവ് ബോത്ത് ഇറ്റ്സ് ഓൺ മെമ്പർ. ഉദ്ദേശം പറയുന്നത് എന്താ? ഇന്റൻഡഡ് ടു സെർവ് എന്താ? ആരെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാ? സ്വന്തം മെമ്പേഴ്സിനെയും ആൻഡ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. ആ കമ്മ്യൂണിറ്റിയെ മുഴുവനായിട്ടും ഇവർ സെർവ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ഇതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താ പറഞ്ഞത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്റർപ്രൈസ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? പ്രൊഫസർ പോൾ ലാംബർട്ട് ആണ്. പ്രൊഫസർ പോൾ ലാംബർട്ട് ആണ് വിശേഷിപ്പിച്ചത്. എന്താണ് അതിന്റെ പെക്യൂലിയാരിറ്റി? എന്താണ്? എന്താ അദ്ദേഹം ഡിഫൈൻ ചെയ്തത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ഇതൊരു എന്റർപ്രൈസ് ആണ്. ഈസ് ആൻ എന്റർപ്രൈസ് ഫോംഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആരാണ്? ആൻ അസോസിയേഷൻ ഓഫ് ഈസ് യൂസർ. ഇതിന്റെ യൂസേഴ്സ് ആണ് ഇത് ഫോം ചെയ്യുന്നതും ഇത് ഡയറക്റ്റ് ചെയ്യുന്നതും. ദെൻ അതിലേക്ക് എന്ത് അപ്ലൈ ചെയ്യുന്നു? അപ്ലൈയിങ് ഇൻ ഇറ്റ് സെൽഫ് എന്താണ്? ദ റൂൾസ് ഓഫ് ഡെമോക്രസി. ദ റൂൾസ് ഓഫ് ഡെമോക്രസി, ജനാധിപത്യത്തിന്റെ റൂൾസ് അപ്ലൈ ചെയ്യുന്നു. ആരെ സെർവ് ചെയ്യാൻ വേണ്ടി? ആൻഡ് ഡയറക്ട്ലി ഇന്റൻഡഡ് ടു സെർവ് ബോത്ത് ഇറ്റ്സ് ഓൺ മെമ്പർ, സ്വന്തം മെമ്പേഴ്സിനെയും ആൻഡ് ദ കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. ഇതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന് വിശേഷിപ്പിക്കുന്നു. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് അപ്പോൾ? ഇത് ഒരു എന്റർപ്രൈസ് എന്ന് ചില ഓതേഴ്സ് നോക്കിക്കണ്ടു. ഓക്കെ, പറയുന്നുണ്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എനേബിൾ ദ മെമ്പേഴ്സ് ടു പുട്ട് ഇൻ ദെയർ ബെസ്റ്റ് ടു അറ്റൈൻ എ ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഫോർ ദംസെൽസ് വിത്തൗട്ട് ഇൻ എനി വേ എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്. മറ്റൊരാളെ ചൂഷണം ചെയ്യാതെ ആ മെമ്പേഴ്സ് അവരുടെ ഏറ്റവും എഫേർട്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് പറ്റാവുന്ന എഫേർട്ട് അവർ ഇടുവാണ് മെമ്പേഴ്സ്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് വേണ്ടിയിട്ട്. അവർക്കൊരു നല്ല ജീവിത നിലവാരം ഉണ്ടാകണം. ഈ ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മെമ്പേഴ്സ് അവരുടെ എഫേർട്ട് ഇടുവാണ് ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ഒരു സംരംഭം ആരംഭിക്കുന്നത് നമ്മൾ ചെയ്യുന്നതല്ലേ? നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് സംരംഭം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ എഫേർട്ട് 100% നമ്മൾ ഇടുവാണ്. എന്തിനു വേണ്ടിയിട്ട്? അതിലൂടെ ആ ബിസിനസ് കരകയറും, അതിനോടൊപ്പം തന്നെ നമുക്കൊരു ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉദ്ദേശം ഒരിക്കലും എന്തല്ല? എക്സ്പ്ലോയിറ്റിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് എന്റർപ്രൈസിന്റെ മറ്റൊരു പോയിന്റ് അതാണ് പറഞ്ഞത്. അവരുടെ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? എഫേർട്ട് ഇടുന്നു, നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ഇറ്റ് ഓണേഴ്സ് ദ ഹ്യൂമൻ വാല്യൂസ് and also provides incentive for hard work. In short, cooperative is an enterprise which implement the principles of self-help, സ്വയം സഹായം. ഈ പ്രിൻസിപ്പിൾ ആണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എവിടെ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് എന്റർപ്രൈസിൽ അവർ അപ്ലൈ ചെയ്യുന്നത് എന്തിനെയാണ്? സെൽഫ് ഹെൽപ്പ് ആണ്. സ്വയം സഹായിച്ചുകൊണ്ട് പരസ്പരം സഹായിക്കുക. സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, അതാണ് ഇതിന്റെ ഉദ്ദേശം.
ഹ്യൂമൻ വാല്യൂസിന് പരിഗണനയുണ്ട് ഇവിടെ അല്ലെ, ഹ്യൂമൻ വാല്യൂസിന് പരിഗണനയുണ്ട്. ഇവിടെ ക്യാപിറ്റലിസത്തിൽ പറയുന്നുണ്ട് നമ്മൾ എന്താണ്, ഹ്യൂമൻ ബീങ്സ് ജസ്റ്റ് ട്രീറ്റഡ് ആസ് മെഷീൻസ്. ഇവിടെ അങ്ങനെയല്ല, ഹ്യൂമൻ വാല്യൂസിന്റെ, ഹ്യൂമൻസ് എന്ന് പറയുന്നത് എല്ലാ സെന്റിമെന്റ്സ് ഉള്ള വ്യക്തികൾ തന്നെയാണ് ഇവിടെ കൺസിഡർ ചെയ്താണ് പോകുന്നത്. ഓക്കെ, ദെൻ അടുത്തത്, ഇറ്റ് മീൻസ് ദാറ്റ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ആൻ ഓർഗനൈസേഷൻ കോൾഡ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓർ എന്റർപ്രൈസ്. അപ്പൊ ഇത് പറഞ്ഞത് ഹൊറൈസ് പ്ലങ്കറ്റ് ആണ്. സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ഓർഗനൈസേഷൻ എന്ന് കോർപ്പറേഷൻ ഡിഫൈൻ ചെയ്യുന്ന ആരാണ്? സർ ഹൊറൈസ് പ്ലങ്കറ്റ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഇവിടെ പറയുന്നതാണ് ഇറ്റ് മീൻസ് ദാറ്റ് സെൽഫ് ഹെൽപ്പ് മെയ്ഡ് എഫക്റ്റീവ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഇതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നോ കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്നോ വിശേഷിപ്പിക്കുന്നത്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ഒരു എന്റർപ്രൈസ് എന്ന് വിശേഷിപ്പിച്ച പ്രധാന കോപ്പറേറ്റർ ആരാണ്? പോൾ ലാംബർട്ട് ആണ്. ആരാണ്? പോൾ ലാംബർട്ട്. ഓക്കെ, ഇനി ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ്? നോക്കിക്കേ, ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കോപ്പറേറ്റീവ് എന്റർപ്രൈസ്. ഒന്ന് നമ്മൾ പഠിച്ചതാണ്, ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് ആരാണ്? പേഴ്സൺസ്. അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഒന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ വിളിക്കുന്നത്? അസോസിയേഷൻ ഓഫ് യൂസേഴ്സ്. ഇതിന്റെ യൂസേഴ്സ് ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിനകത്ത് പ്രവർത്തിക്കുന്നത്. രണ്ട്, ഇതൊരു അണ്ടർടേക്കിംഗ് ആണ്. ഒരു സോൾ പ്രൊപ്പറേറ്റർ പോലെ, ഒരു എന്താ പറയുക, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി പോലെ ഒരു അണ്ടർടേക്കിംഗ് ആണ് ഇത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. അടുത്ത മൂന്നാമത്തെ ഫീച്ചർ എന്താണിത്? വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. നോ ഫോഴ്സ് ഓർ കമ്പൽഷൻ ടു ജോയിൻ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്, അതായത് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. യാതൊരുവിധ നിർബന്ധവും ഇല്ല. ആരംഭിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്വമേധയാ മുന്നോട്ട് വന്ന് ആരംഭിക്കുന്നതാണ്, അല്ലാതെ ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ രൂപീകരിക്കേണ്ടത്. വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. നാല്, ഇറ്റ് ഈസ് എ ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ. നമ്മൾ ഡെഫിനിഷൻ അത് പഠിച്ചു. ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓട്ടോണമി. സ്വയംഭരണം. സ്വയംഭരണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ. സ്വയംഭരണ സ്ഥാപനമാണ്. ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് നമ്മൾ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ്, ഓട്ടോണമി. ദെൻ അടുത്തത്, ദ ഒബ്ജക്റ്റീവ് ഈസ് സർവീസ് ആൻഡ് നോട്ട് പ്രോഫിറ്റ്. ലക്ഷ്യം എന്താണ്? സർവീസ് ആണ്, അല്ലാതെ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇതിന്റെ പരമപ്രധാനമായ ലക്ഷ്യം. ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസിന്റെ ലക്ഷ്യം സർവീസ് തന്നെയാണ്. അടുത്തത്, ദ ബേസിസ് ഈസ് എന്താണ്? ഈക്വാലിറ്റി, തുല്യത, സമത്വം. അടുത്തത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിറ്റി. ഈക്വാലിറ്റി ഉണ്ട്, അതുപോലെ എന്തുകൊണ്ട് നമ്മൾ വാല്യൂസ് പഠിക്കുമ്പോഴുണ്ട് ഈക്വാലിറ്റി ഉണ്ട്, ഇക്വിറ്റി ഉണ്ട്. അടുത്തത് ഇതെന്താണ്? ഇറ്റ്സ് എ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ്. ഏത്? കോപ്പറേറ്റീവ് സൊസൈറ്റി. സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് വി ക്യാൻ സീ ഇൻ ഓൾ പാർട്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിന്റെ എല്ലാ കോണുകളിലും കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇറ്റ് ഈസ് എ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ്. അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് എ യൂണിവേഴ്സൽ മൂവ്മെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. ഏത്? നമ്മൾ ICAയുടെ മെമ്പർഷിപ്പ് നോക്കിയാൽ അറിയാൻ പറ്റും. ഏകദേശം 114ഓളം രാജ്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് ഇതിന് കൂടിയല്ലോ എന്ന് എനിക്കറിയില്ല. അത്രയും രാജ്യങ്ങളില് ഏതുണ്ട്? കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്. ഓക്കെ, അപ്പം അത്രയധികം രാജ്യങ്ങൾ സ്പ്രെഡ് ആയിട്ടുള്ള ഒരു എന്താ സോഷ്യോ എക്കണോമിക് മൂവ്മെന്റ് ആണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതുകൊണ്ട് എന്താണ് ഇത്? ഇതൊരു യൂണിവേഴ്സൽ മൂവ്മെന്റ് ആണ്. അടുത്തത് എന്താണ്? ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് ആക്ഷൻ. ഇതൊരിക്കലും ഒരു ഫിലോസഫി അല്ല, ഒരു ഐഡിയോളജി അല്ല. എന്താണ്? ഇറ്റ് ഈസ് എ മൂവ്മെന്റ് ഓഫ് ആക്ഷൻ. ഇത് പ്രവൃത്തിയാണ്. പ്രവൃത്തിയിലൂടെ, അതായത് സർവീസിലൂടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ രൂപീകരിക്കാൻ വേണ്ടി മുമ്പോട്ട് വന്ന മെമ്പേഴ്സിന്റെ ഉയർച്ചയാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ആൻ ഐഡിയോളജി ഓർ ഫിലോസഫി, ഇറ്റ് ഈസ് ആൻ ആക്ഷൻ ഓറിയന്റഡ് കോൺസെപ്റ്റ് ആണ് ഇത് കോപ്പറേഷൻ. അടുത്തത്, ഇറ്റ് സെർവ്സ് ബോത്ത് മെമ്പേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി. നമ്മൾ പഠിച്ചതാണ്. എന്താണ്? മെമ്പേഴ്സിനെയും സെർവ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിറ്റിയെയും സെർവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് സെർവ്സ് ബോത്ത് മെമ്പേഴ്സ് ആൻഡ് ദ കമ്മ്യൂണിറ്റി. ഓക്കെ, നമ്മൾ കെയർ കേരള നമ്മൾ പഠിച്ചതാണ്. കെയർ കേരള അല്ലെ? കെയർ കേരള എന്താണ്? കോപ്പറേറ്റീവ് അലയൻസ് ടു റീബിൽഡ് കേരള. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടു പോയ ആൾക്കാർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന കോപ്പറേറ്റീവ് മേഖലയുടെ ഒരു പ്രൊജക്ട് ആണ് ഇത് കെയർ കേരള. ഓക്കെ, അപ്പം അത് എന്താ? സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഭാഗമാണ്, അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കമ്പനിയുടെ കേസ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ CSR എന്നാ പറയുന്നത് കമ്പനിയുടെ കേസിൽ. CSR എന്ന് വെച്ചാൽ എന്താ? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. ഇപ്പൊ നിലവിൽ നമുക്കറിയാമല്ലോ കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി എന്ന് നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ ആണ്. കൺസേൺ ഫോർ കമ്മ്യൂണിറ്റി, ദാറ്റ് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ടേക്ക് ഇൻ ടു കൺസിഡർ മെമ്പേഴ്സ് ആസ് വെൽ ആസ് ദ കമ്മ്യൂണിറ്റി എന്നാണ്. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഇറ്റ് സെർവ്സ് ബോത്ത് മെമ്പേഴ്സ് ആസ് വെൽ ആസ് കമ്മ്യൂണിറ്റി. ഇതൊക്കെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്റർപ്രൈസ് എന്ന രീതിയിലുള്ള അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം പോളം ലാംബർട്ട് ആണ് പൊതുവെ ഏതിനെ വിശേഷിപ്പിച്ചത്? കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ്? ഈസ് ആൻ എന്റർപ്രൈസ് ഫോംഡ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ആൻ അസോസിയേഷൻ ഓഫ് ഇറ്റ്സ് യൂസേഴ്സ് അപ്ലൈയിങ് വിത്തിൻ ഇറ്റ്സെൽഫ് ദ റൂൾസ് ഓഫ് ഡെമോക്രസി. അതുപോലെ പറഞ്ഞു ഡയറക്ട്ലി ഇന്റൻഡ് ടു സെർവ് ബോത്ത് ഇറ്റ്സ് ഓൺ മെമ്പേഴ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ. അതാണ് ഒരു കോപ്പറേറ്റീവ് എന്റർപ്രൈസ് എന്ന രീതിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട കോപ്പറേറ്റർ ആരാണ്? പോൾ ലാംബർട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇത് ഒരു കോൺസെപ്റ്റ് ആണ് കോപ്പറേഷൻ ആസ് ആൻ എന്റർപ്രൈസ്. മറ്റൊരു കോൺസെപ്റ്റ് കൂടി ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. എന്താണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇത് മറ്റൊരു ഐഡിയ ആണ്, മറ്റൊരു ഐഡിയോളജിയാണ്. നമ്മളൊരു ആക്ഷൻ അല്ല, ഇതൊരു ഐഡിയോളജിയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഐഡിയോളജി. ഓക്കെ, നോക്കിക്കേ. ബ്രിട്ടൻ വിച്ച് വാസ് സ്ട്രോങ്ലി ഇൻട്രസ്റ്റഡ് ഇൻ അഡോപ്റ്റിംഗ് ദ ഫിലോസഫി ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഫിലോസഫി എന്നാ പറയുന്നത്. ഫിലോസഫി ഇത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രോങ്ലി അഡ്വക്കേറ്റ് ചെയ്ത രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. അതിന്റെ ഒറിജിൻ എവിടെയാണ്? ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ ഓർത്ത് വെച്ചേക്കണം. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് രാജ്യം ഏതാണ്? ബ്രിട്ടൻ അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആണ്. ഓക്കെ, ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇത് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചവരാണ്? D.R. Gadgil ആണ്. ഫസ്റ്റ് ഗിവൺ ബൈ D.R. Gadgil, who was a strong believer of cooperative ideals. അത് ഓർത്തു നമ്മുടെ എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ദ ഐഡിയ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് പുട്ട് ഫോർവേഡ് ബൈ ആരാണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? D.R. Gadgil. ആരാണ്? D.R. Gadgil ആണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത്. ഓക്കെ, ദെൻ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നോക്കി, എന്താണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. D.R. Gadgil തന്റെ ആശയം പങ്കുവെച്ചത് അദ്ദേഹത്തിന്റെ ഒരു ബുക്കിലൂടെയാണ്. നമ്മുടെ എക്സാമിന് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് നമ്മളിപ്പോ പഠിക്കുന്നത്. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണ്? D.R. Gadgil ആണ്. അതിലാണ് ആ ഒരു ബുക്കിലാണ് അദ്ദേഹം ആദ്യമായിട്ട് തന്റെ ഈ ഐഡിയയെ കുറിച്ച്, കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നതിന്റെ ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ഈ ഒരു ബുക്കിലൂടെയാണ്. ഏതാണ് ബുക്കിന്റെ പേര്? ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ദാറ്റ് ഈസ് എ ബുക്ക്. ആരുടെ ബുക്കാണ്? D.R. Gadgil. ഓർത്തു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പറയുന്നു നോക്കിക്കേ. എ വേൾഡ് എക്കോണമി ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഈസ് കോൾഡ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അപ്പൊ വൺ വേർഡിൽ ചോദിക്കാം, എന്താണ് പറഞ്ഞത്? എ വേൾഡ് എക്കോണമി ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഈസ് കോൾഡ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ചോദിക്കാം, എ വേൾഡ് എക്കോണമി ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഈസ് കോൾഡ് ഡാഷ്. എന്താണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്നാണ്. എ വേൾഡ് എക്കോണമി ബേസ്ഡ് ഓൺ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഈസ് കോൾഡ്. അതിനെയാണ് എന്തായിട്ട് വിളിക്കുന്നത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. എന്താണ് പറഞ്ഞത് നോക്കിയേ. കോപ്പറേറ്റീവ് കോമൺവെൽത്ത് മീൻസ് എ സ്റ്റേറ്റ് ഓഫ് എക്കോണമി വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ആർ ഓൺഡ് ബൈ ദ കോപ്പറേറ്റീവ്സ്. ഓൺഡ് ബൈ ദ കോപ്പറേറ്റീവ്സ് ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം എന്താണ്? എ സ്റ്റേറ്റ് ഓഫ് എക്കോണമി വേർ ഓൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻസ് ആർ ഓൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഏതാണ്? ക്യാപിറ്റലിസം ആണ്. ഗവൺമെന്റ് ആണെങ്കിൽ ഏതാണ്? സോഷ്യലിസം ആണ്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് ഏതാണ്? കമ്മ്യൂണിസം ആണ്. അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, എന്താണ് പറഞ്ഞത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഓഫ് എക്കോണമി വേർ ദ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച്, ഇതെല്ലാം ഉൽപാദന പ്രക്രിയയിൽ ആവശ്യമായ ഘടകങ്ങൾ, ഡിസ്ട്രിബ്യൂഷനും എക്സ്ചേഞ്ചും എല്ലാം ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ആരാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ. അതായത് ഒരു ക്യാപിറ്റലിസത്തിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ചെയ്യുന്ന, സോഷ്യലിസത്തിൽ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കണം? ആര് ചെയ്യണം? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ചെയ്യണം. അതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അവിടെ ഇൻഡിവിജ്വൽസിന് ഇമ്പോർട്ടൻസ് ഇല്ല, ഗവൺമെന്റ് ഇമ്പോർട്ടൻസ് ഇല്ല. ഓൾ ആർ കൺട്രോൾഡ് ബൈ ആരാണ്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. ഇതിനെയാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് ആര് പറഞ്ഞത്? D.R. Gadgil. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ രണ്ട് ഡെഫിനിഷൻ ഓർത്ത് വെച്ചേക്കണം. എ വേൾഡ് എക്കോണമി ബേസ്ഡ് ഓൺ ഏതാണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ് ഈസ് കോൾഡ് എന്താണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അത് ഇമ്പോർട്ടന്റ് ആണ്.
പിന്നെ അതുപോലെ നമ്മൾ ഇന്ന് ആദ്യം പഠിച്ചിട്ടുണ്ടല്ലോ ഡാഷ് ഈസ് ദ എന്താ പറയുക മിറാക്കിൾ ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി. ഏതാണ്? കോപ്പറേഷൻ. അത് ഓർത്ത് വെച്ചേക്കണം. കോപ്പറേഷൻ ഈസ് ദ എക്കണോമിക് മിറാക്കിൾ ഓഫ് ലാസ്റ്റ് സെഞ്ചുറി. ഓർത്ത് വെച്ചേക്കണം. ഇവിടെ അതുപോലെ എന്താണ്? എ വേൾഡ് എക്കോണമി ഈസ് ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞാണ് ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ആരുടെ ബുക്കാണ്? ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ് എ ബുക്ക് റിട്ടൺ ബൈ ആരാണ്? പ്രൊഫസർ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? പ്രൊഫസർ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ. പ്രൊഫസർ ധനഞ്ജയ് രാമചന്ദ്ര ഗാഡ്ഗിൽ അല്ലെങ്കിൽ DR ഗാഡ്ഗിൽ. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏത്? ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആരുടെ ബുക്കാണ്? DR ഗാഡ്ഗിൽ. ഓക്കെ, ദെൻ അടുത്ത നോക്കിക്കേ. എ സ്ട്രോങ് ബിലീവർ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഇൻ ഇന്ത്യ. ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഈ ആശയത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയിലെ സപ്പോർട്ട് ചെയ്ത പ്രധാനപ്പെട്ട കോപ്പറേറ്റർ ആരാണ്? VL മെഹ്ത്ത. വൈകുന്തലാൽ മെഹ്ത്തയാണ്. VL മെഹ്ത്തയാണ് ഇന്ത്യയിലെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആശയത്തെ സപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ കോപ്പറേറ്റർ ആരാണ്? VL മെഹ്ത്ത. കേട്ടോ, അതോർത്ത് VL മെഹ്ത്തയാണ് ഇന്ത്യൻ കോപ്പറേറ്റർ ഹു സപ്പോർട്ടഡ് ദ ഐഡിയോളജി ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. ആരാണ്? VL മെഹ്ത്തയാണ്. VL മെഹ്ത്ത. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നുണ്ട് ദ കാർഡിനൽ പ്രിൻസിപ്പിൾ ഓഫ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ഈസ്. എന്താണത്? ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് എ പ്രോമിനന്റ് പ്ലേസ് ഇൻ ദ സൊസൈറ്റി വിച്ച് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം ഡു നോട്ട് ഗിവ് ഹിം. ഓർത്തു വെച്ചേക്കണം. ഈച്ച് ഇൻഡിവിജ്വൽ, ഓരോ വ്യക്തിക്കും സമൂഹത്തില് ഒരു സ്ഥാനം ഉണ്ടാവണം. ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ എന്തുണ്ടാവണം? ഒരു സ്ഥാനം ഉണ്ടാവണം. ആര് നൽകാത്തത്? ക്യാപിറ്റലിസവും അതേപോലെ കമ്മ്യൂണിസവും നൽകാത്ത ഒരു സ്ഥാനം ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതിന്റെ കാർഡിനൽ പ്രിൻസിപ്പിള് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ആ ഒരു ഐഡിയയുടെ പ്രധാനപ്പെട്ട ആശയം. ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് എ പ്രോമിനന്റ് പ്ലേസ് ഇൻ ദ സൊസൈറ്റി. ആര് നൽകാത്തത്? ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം. ഓക്കെ, ദെൻ അടുത്തത് എന്താണ് പറയുന്നത്? ദ കോപ്പറേറ്റീവ് ലീഡേഴ്സ് ബിലോങ്സ് ടു ദ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ ആർ. ആരൊക്കെയാണ്? ചാൾസ് ഗൈഡ്. ആരൊക്കെയാണ്? ചാൾസ് ഗൈഡ്, ഏണസ്റ്റ് പിസൺ, അതുപോലെ തന്നെ GW റസൽ, TW മേഴ്സർ ആൻഡ് ജോർജ് വി കീൻ. ഇവരൊക്കെയാണ് ഏതിന്റെ സപ്പോർട്ടർ എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് കോമൺവെൽത്തിന്റെ ആ ഒരു ആശയത്തെ പിന്തുണച്ച എന്താണ് സപ്പോർട്ടർ എന്ന് പറയുന്നത്? ആരൊക്കെയാണ്? ദ കോപ്പറേറ്റീവ് ലീഡേഴ്സ് ബിലോങ്സ് ടു ദ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് സ്കൂൾ എന്ന് പറയുന്ന ആരൊക്കെയാണ്? ചാൾസ് ഗൈഡ്, ഏണസ്റ്റ് പിസൺ. ഏണസ്റ്റ് പിസൺ അറിയാവോ? ആരാണ് ഏണസ്റ്റ് പിസൺ? കോപ്പറേറ്റീവ് റിപ്പബ്ലിക് ആ ബുക്ക് എഴുതിയ വ്യക്തിയാണ് ആര്? ഏണസ്റ്റ് പിസൺ. ഇമ്പോർട്ടന്റ് ആണ്. ദ നെയിം ഓഫ് ദ ബുക്ക് റിട്ടൺ ബൈ ഏണസ്റ്റ് പിസൺ ഏതാണ്? കോപ്പറേറ്റീവ് റിപ്പബ്ലിക്. ഏണസ്റ്റ് പിസൺ ഓർത്തു വെച്ചേക്കണം. ഓക്കെ, ദെൻ GW റസൽ, TW മേഴ്സർ, ജോർജ് വി കീൻ. ഇവരൊക്കെ ഏതാണ്? എന്താ പറയുക, സ്ട്രോങ് സപ്പോർട്ടർ ഓഫ് ഏത് ഐഡിയ ആണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയും. ഓക്കെ, അപ്പൊ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയുള്ള ഒരു കൺസെപ്റ്റ് ആണ്. എന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്? ഇൻഡിവിജ്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടാവണം. ആര് നൽകാത്തത്? കോപ്പറേഷനും കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും അതേപോലെ കമ്മ്യൂണിസവും നൽകാത്ത ഒരു എന്താ പറയുക, ഒരു ഇമ്പോർട്ടൻസ് ഓരോ വ്യക്തിക്കും ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ഇത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ DR ഗാഡ്ഗിലാണ് ആദ്യമായിട്ട് ഇത് മുന്നോട്ട് വെച്ചത്. ദെൻ ഇത് എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താണ്? ഈച്ച് ഇൻഡിവിജ്വൽ മസ്റ്റ് ഹാവ് എ പ്രോമിനന്റ് പ്ലേസ് ഇൻ ദ സൊസൈറ്റി വിച്ച് ബോത്ത് ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം ഡു നോട്ട് ഗിവ് ഹിം. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അപ്പൊ ഈ കോപ്പറേറ്റീവ് കോമൺവെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്മുടെ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ഉണ്ട്. കഴിഞ്ഞ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രിയിൽ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. ഡാഷ് ഇംപ്ലൈസ്, ക്വസ്റ്റൻ ഇതാണ്, ഡാഷ് ഇംപ്ലൈസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ബ്രദർഹുഡ്
political brotherhood among the cooperatives of worldwide അതാണ് ക്വസ്റ്റ്യൻ. ഡാഷ് implies social economic and political brotherhood among the cooperatives of various countries of the world അല്ലെങ്കിൽ വേൾഡ് വൈഡ്. അപ്പൊ എന്താ ചോദ്യം എന്താ? ഡാഷ് implies economic, social and political brotherhood among the cooperatives of various countries of the world. അതായിരുന്നു ചോദ്യം. അതിന് ആൻസർ എന്താണ്? അതെന്താണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ്. എന്താണ്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത്. അതാണ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് തന്നെയാണ്. ഏത്? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് implies social, political and economic brotherhood among the cooperatives of various countries of the world നെയും എന്തായിട്ട് വിശേഷിപ്പിക്കാം? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ കവർ ചെയ്യുന്നത് കോപ്പറേഷൻ ഓഫ് ആൻ എന്റർപ്രൈസും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് കോമൺവെൽത്തും ആണ്. അതിന്റെ രാജ്യം ബ്രിട്ടൻ ആണ്. അതിന്റെ ആ ഒരു ഐഡിയോളജിയെ സപ്പോർട്ട് ചെയ്ത ആരാണ്? DR ഗാഡ്ഗിൽ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ നെയിം എന്താണ്? ടുവേർഡ്സ് കോപ്പറേറ്റീവ് കോമൺവെൽത്ത് ആണ്. ദെൻ അതേപോലെ തന്നെ ഇന്ത്യൻ സപ്പോർട്ടർ ആരാണ്? VL മെഹ്തയാണ്. ദെൻ കോപ്പറേറ്റീവ് കോമൺവെൽത്തിന് ഡിഫൈൻ ചെയ്തെങ്ങനെയാ? സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് അങ്ങനെയും വിളിക്കാം. എ വേൾഡ് എക്കോണമി ബേസ്ഡ് ഓൺ സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പിനെ കോപ്പറേറ്റീവ് കോമൺവെൽത്ത് വിളിക്കാം. അതേപോലെ തന്നെ ഇറ്റ് implies social, economic and political brotherhood among the cooperatives of various countries of the world നെ എന്തായിട്ട് വിളിക്കാം? കോപ്പറേറ്റീവ് കോമൺവെൽത്ത് എന്ന് വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു രണ്ട് ടോപ്പിക്കിൽ നമ്മൾ കവർ ചെയ്യുന്നത്. സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. എന്തെങ്കിലും ഈ നമ്മൾ എടുത്ത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.